മക്കളെ എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇതാ +1 എത്തി നിൽക്കുകയാണ്. അഡ്മിഷനൊക്കെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാനാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ +1 എക്സാമിനേഷൻ്റെ പാറ്റേൺ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-3 വർഷം മുമ്പ് വരെയൊക്കെ ആണെങ്കിൽ ഞാൻ ഫുൾ A+ കിട്ടാൻ എന്ത് ചെയ്യണമെന്നൊരു കുട്ടി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവരോട് പറയുന്ന മറുപടി ഇതാണ്: നിങ്ങളൊരു പ്രീവിയസ് ഇയർ 10 വർഷത്തെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഫുൾ A+ കിട്ടും. എന്നാൽ ഇപ്പോൾ ഒരു കുട്ടി എന്നോട്, ഹയർ സെക്കൻഡറി പഠിക്കുന്ന ഒരു കുട്ടി എന്നോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു മറുപടി പറയില്ല. കാരണം എൻ്റെ ഇയർലി നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒക്കെ മാറിയിരിക്കുകയാണ്. അതായത് സബ്ജക്റ്റിൽ നല്ല നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പോൾ ആ ടോപ്പിക്കിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എന്ത് ചെയ്യണം, ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യണം. അപ്പം ആ രീതിയിലോട്ട് ക്വസ്റ്റ്യൻ പാറ്റേൺ ഇതാ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ച് നോക്കിയിട്ട് ആ പ്രീവിയസ് ഇയർ ചോദിക്കാത്ത ക്വസ്റ്റ്യൻ ഇടുന്ന പോലെയാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ക്രാക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ PYQ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. അതായത് ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ടഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ JEE ലെവലിലെ ക്വസ്റ്റ്യൻ ഒന്നും ആയിരിക്കത്തില്ല. നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റിൽ നിന്നും ഒന്ന് തിരിഞ്ഞ് വളഞ്ഞൊക്കെ എന്ത് ചെയ്യും, നമ്മളെ ഒന്ന് കറക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ഇടും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ക്രാക്ക് ചെയ്യണം. ആ ക്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മളുടെ അഗ്നി ബാച്ചിൽ നമ്മളൊരു ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ടോപ്പർ സീരീസ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. ഈ ടോപ്പർ സീരീസിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം നമ്മുടെ അഗ്നിയുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ നമ്മുടെ ആപ്പിലുണ്ടായിരിക്കും. അതേപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകൾ ഓൾറെഡി അവിടെ നമ്മുടെ പേൾ വീഡിയോയ്ക്കകത്ത് ഫുൾ നമ്മുടെ NCERT ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുള്ള ഒരു വീഡിയോയും കാണും. അതിന് പുറമെയാണ് നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ അവിടെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ലൈവ് ക്ലാസ്സൊക്കെ കണ്ട് അതിൻ്റെ റിവിഷനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് റിവിഷനൊക്കെ തരും. അതിനുശേഷം നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ടഫസ്റ്റ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ടോപ്പർ സീരീസ് എന്ന് പറയുന്നത്. ഈ ടോപ്പർ സീരീസും കൂടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്താണ്, സെറ്റാണ് മക്കളെ. പിന്നെ നിങ്ങൾ പിടിച്ചാൽ കിട്ടത്തില്ല. നിങ്ങൾക്ക് ഫുൾ മാർക്ക് എല്ലാ സബ്ജക്റ്റിനും വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ലൈവ് കാണണം. അതേപോലെ തന്നെ നമ്മുടെ PYQ സെക്ഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ദെൻ നിങ്ങൾ എന്ത് ചെയ്യണം, ടോപ്പർ സീരീസും കൂടെ കണ്ടു കഴിഞ്ഞാൽ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ മാർക്ക്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഫുൾ മാർക്ക് നമ്മൾ എന്ത് ചെയ്യും, അടിച്ചെടുക്കും മക്കളെ. അപ്പോൾ ഒന്നും നോക്കാനില്ല, ഉടനെ തന്നെ നമ്മുടെ അഗ്നി ബാച്ചിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് തകർത്ത് പഠിക്കാവുന്ന ഞങ്ങളിവിടെ ഉണ്ട്. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾക്ക് വിലപ്പെട്ട റിസൾട്ട് ആയിരിക്കും കിട്ടാനായിട്ട് പോകുന്നത്.